ആർപിഎഫ് ഓഫീസറായിട്ടുള്ള നായകന് ഒരു ട്രാൻസ്ഫർ കിട്ടി വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഒരു നായകന് മനസ്സിലാകുന്നത് അവിടുത്തെ പോലീസുകാരും ഫോറസ്റ്റ് ഓഫീസേഴ്സൊന്നും അവരുടെ പണി നേരെ ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ നായകൻ ഇതിലെല്ലാം കയറി ഇന്റർഫിയർ ചെയ്യും. ഇന്റർഫിയർ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും താൻ ആർപിഎഫിലെ പണി മാത്രം നോക്കിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്യാൻ അറിയാമെന്നുള്ളത്. നായകൻ അങ്ങനെ ഒരു ഈഗോ ഹെർട്ടാവുന്നു. എതിരെ തിരിച്ചടിക്കാനായിട്ട് നായകനൊരു അവസരം തക്കം പാർത്തിരിക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നായകനൊരു അവസരം കിട്ടി. നായകൻ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത്, വില്ലനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതാണ് മാസ് ചത്തര. സോ ഇത്രയൊക്കെ മതി ഒരു സിനിമയുടെ സ്റ്റോറിക്ക്. പക്ഷേ മേക്കിംഗ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് തെളിയിക്കുന്ന മൂവിയാണ് മാസ് ചത്തര. കാരണം എന്താണെന്ന് വെച്ചാൽ രവി തേജയുടെ പ്രസൻറ്റേഷൻ തന്നെ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ടൈഗർ നാഗേശ്വര റാവു, ആ ഒരു ഈഗിള്, അങ്ങനെയുള്ള കുറേ സിനിമകൾ, രാവണാസുര, അതിലൊക്കെ രവി തേജയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ന്യൂ ആയിരുന്നു. സിനിമ അത്ര വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും ആ ഒരു സിനിമയിലുള്ള പ്രസൻറ്റേഷൻ കുറച്ച് ന്യൂ ആയിരുന്നു. എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ടുള്ള, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആ ഒരു നായകനായിട്ടാണ് രവി തേജ കൂടുതൽ ആൾക്കാരും പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ രവി തേജയുടെ വരെ ദുബായ് സീനു, ഡോൺ സീനു, അങ്ങനെയുള്ള പല പല മൂവീസ് ഉണ്ട്. അതിലെയൊക്കെ പ്രസൻറ്റേഷൻ ഓർമ്മ വരും മാസ് ചത്തര കണ്ടാൽ. പക്ഷെ അതൊക്കെ ഇറങ്ങിയിട്ട് 10-12 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമകളാണ് അതൊക്കെ. സോ ഇപ്പോഴും ആ ഒരു ടെംപ്ലേറ്റ്, ആ ഒരു ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് മാസ് ചത്തര വർക്കൗട്ട് ആവാതെ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു രവി തേജ ശ്രീലീല കോംബോ, രവി തേജ രാജേന്ദ്ര പ്രസാദ് സീക്വൻസസ് ആണ് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് സിനിമയുടെ കോർ കോൺഫ്ലിക്റ്റിനേക്കാൾ. അതിൻ്റെ കൂടെ തന്നെ വില്ലൻ്റെ സീക്വൻസസിന് ഒന്നും തന്നെ പവർ ഇല്ലാതെ പോകുന്നത് സിനിമയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ക്ലൈമാക്സിൽ ഒരു ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഒരു ബോറായിട്ടാണ് തോന്നിയത്. സോ അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. പെർഫോമൻസ് വൈസ് അല്ലെങ്കിൽ സിനിമയുടെ പോസിറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കൊറിയോഗ്രാഫ് ചെയ്ത ഒരു ഫൈറ്റും ആ ഒരു സീനിലെ രവി തേജയുടെ പെർഫോമൻസ് ആയിരുന്നു സിനിമയുടെ പോസിറ്റീവ്. ബാക്കി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും ഈ ഒരു സിനിമയിൽ. ആ ഒരു നല്ല ട്രെയിൻഡ് ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഒരു സിനിമയുടെ മേക്കിംഗ് അങ്ങനെ പോകുന്നുണ്ട്. സിനിമ എവിടെയും വർക്കൗട്ട് ആവുന്നില്ല. അതാണ് മാസ് ചത്തര. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.